രാവിലെ ഉണ്ടാക്കിയ പുട്ട് ബാക്കി വരുമ്പോൾ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സിമ്പിൾ മുട്ടപ്പൊടിഞ്ഞ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വൈകുന്നേരത്തെ ചായക്ക് നല്ല ഒരു കടിയായിട്ട് നമുക്കിതും കൂടി കഴിക്കാവുന്നതാണ്. അതിനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിയാറാകുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽമുളക്, ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുട്ട് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് എടുക്കാവുന്നതാണ്. അതേപോലെ അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ചിക്കിയെടുക്കുക. നിങ്ങൾക്ക് മുട്ട അധികം വേണമെന്നുള്ളതാണെങ്കിൽ 2 മുട്ട നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി അത് ഇളക്കി നന്നായി ചിക്കിയെടുക്കുക. ചിക്കി മൊരിച്ചെടുക്കേണ്ടതാണ് ആ മുട്ടേനെ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുട്ട് എത്രയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പുട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ പുട്ട് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കടുകും മുട്ടയൊക്കെ ആയിട്ട് നന്നായിട്ട് ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് വേണമെങ്കിൽ കുറച്ച്, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ചും കൂടി സമയം നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ മാത്രമേ ആ മുട്ടയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ സമയം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് നമുക്ക് അതൊന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മുട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടപ്പുട്ട് റെസിപ്പിയാണ്.